സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം ചെയ്യുക സ്തോത്രം 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 യേശുവോട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിന്റെ സെക്കൻഡ് ആനുവൽ ഫംഗ്ഷൻ നടക്കുകയാണ്. ഇന്ന് അതിന്റെ ആദ്യത്തെ ദിവസമായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 2 വർഷക്കാലം ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹപ്രദമായി നടക്കുമെന്നോണം ഇടയായി തീർന്നു. സ്തോത്രം. പല പ്രതികൂലങ്ങളും പല പ്രതിസന്ധികളും എല്ലാം ഇതിന് നേരെ കടന്നു വന്നു. പലപ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാരപ്പെട്ട അനുഭവങ്ങളെല്ലാം തന്റെ ജീവിതത്തിൽ നേരിട്ട റോസലിൻ ആന്റിയെ ഓർത്ത് സ്തോത്രം ചെയ്യാണ്. തന്റെ ജീവിതത്തിൽ ഇതുപോലെ അനേകരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം അഥവാ ഒരു ആത്മീക കൂട്ടായ്മ നടത്തുവെന്നോണം ദൈവത്തിന്റെ ദാസിയെ കർത്താവ് ഉപയോഗിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. വളരെ പ്രതികൂലങ്ങൾ നേരിട്ട അനുഭവങ്ങളുണ്ട്. കൂടെ നിന്നവർ പലരും മാറിപ്പോയ അനുഭവങ്ങളെല്ലാം തന്റെ ജീവിതത്തിലുണ്ട്. പലരുടെയും ഹല്ലേലൂയ വാക്കുകളിൽ നിന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പല പ്രയാസങ്ങളും തന്റെ ജീവിതത്തിൽ സഹിക്കേണ്ടിയെല്ലാം വന്നിട്ടുണ്ടെങ്കിലും കർത്താവ് നിലനിർത്തി ഈ പേജിനെ വളർത്തുവെന്നോണം ഇടയാക്കി തീർത്തു. അതുപോലെ ഈ റോസ് ഫാമിലി കൂട്ടായ്മയ്ക്ക് സ്തോത്രം 2 വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് അനേക ദൈവമക്കൾ 24 മണിക്കൂറും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം വിഷയം പോലെ രാപ്പകലെന്നില്ലാതെ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഒരു കൂട്ടു തന്നെയുണ്ട്. ഹല്ലേലൂയ. ഒരു കൂട്ടായ്മ തന്നെ ഇതിനുണ്ട്. അതുപോലെ 2 യൂട്യൂബ് ചാനലുകൾ നന്നായി പോകുന്നുണ്ട്. 24 മണിക്കൂറും ആക്റ്റീവാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ദൈവമക്കളെല്ലാം നിങ്ങളുടെ വിലയേറിയ കൂട്ടായ്മകളും പ്രാർത്ഥനകളും എല്ലാം ഈ പേജിലേക്ക് ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്കും ഈ കൂട്ടായ്മയോട് ചേർന്ന് പോകാൻ താല്പര്യമെങ്കിൽ ഈ നാളുകളിൽ ഹല്ലേലൂയ പരിദാസിയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. അതുപോലെ ഇതിന്റെ ഡയറക്ടർ അയക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസി റോസലിൻ ആന്റി ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ദേവദാസി ഏത് സമയവും എപ്പോഴും ആക്റ്റീവാണ്. നമ്മെ എപ്പോൾ വിളിച്ചാലും നാം എപ്പോൾ സ്തോത്രം ആന്റിയോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിലും ആ സമയത്തെല്ലാം ദൈവദാസിയുടെ ഹല്ലേലൂയ ഒരു നല്ല കൂട്ടായ്മയും സഹകരണവും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പണക്കമോ ഒരു പ്രയാസമോ ഒന്നും കൂടാതെ ഹല്ലേലൂയ എപ്പോൾ വേണമെങ്കിലും ആക്റ്റീവായിട്ട് ദൈവത്തിന്റെ ദാസിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവദാസിയുടെ പ്രാർത്ഥനയും അതുപോലെ കൂട്ടായ്മകളും സഹകരണങ്ങളും എല്ലാം വളരെ വലിയതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. നാളുകൾ ദൈവദാസിയുമായി കോൺടാക്ട് ചെയ്യുകയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാനും എല്ലാം ദൈവം വലിയ അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു തിരുവചനം വായിക്കുവാൻ പോകുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ വലിയ ഹല്ലേലൂയ ഈ ഒരു വർഷക്കാലം അവസാനിക്കാൻ പോവുകയാണ്. ഈ ഡിസംബർ ഇന്ന് 16-ാം തീയതിയാണ്. ചില ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ വർഷം അവസാനിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ 2 വർഷങ്ങൾ ദൈവം അതിശയകരമായി വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോകാൻ സഹായിച്ചു. എന്നെയും ഞാനും കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പേജിൽ അനേക പ്രാവശ്യം ദൈവവചനം ശുശ്രൂഷിക്കാൻ എനിക്കും ദൈവം അവസരം ഒരുക്കി തന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മുഖാന്തരം ഇന്ത്യയിൽ നിന്നും അതിന്റെ പുറത്തു നിന്നും ഒക്കെ ധാരാളം പേർ വിവിധ ജാതി മതസ്ഥരായിരിക്കുന്നവർ ഹല്ലേലൂയ വലിയ സന്തോഷത്തോടെ വിളിക്കുന്ന റോസ് ഫാമിലിയിൽ നിന്ന് കേട്ട മെസ്സേജിനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി പേർ സന്തോഷിക്കുന്നുണ്ട്. ഒത്തിരി പേർ ആശ്വാസം പ്രാപിക്കുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ ഈ പേജിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് വീണ്ടും കർത്താവിന്റെ വചനത്തിലേക്ക് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം സ്തോത്രം. ചില ഗാനത്തിന്റെ 1-2 അടികൾ നമുക്ക് പാടിയിട്ട് മുമ്പോട്ട് കടന്നു പോകാം. ഹല്ലേലൂയ. നല്ലതേല ചെയ്ത ദാസൻ എന്നു കേൾക്കുവാൻ, നല്ല വേല ചെയ്ത ദാസൻ എന്നു കേൾക്കുവാൻ, എല്ലാറ്റിനും വിശ്വസ്തനായി വേല ചെയ്തിടാം, എല്ലാറ്റിനും വിശ്വസ്തനായി വേല ചെയ്തിടാം. കാര്യം തീർക്കും നല്ല നാളിൽ കർത്തൻ മുൻപാകെ നല്ല
നല്ല ദാസൻ എന്നു കേൾക്കാൻ ആഗ്രഹിച്ചിടാം. നല്ല ദാസൻ എന്നു കേൾക്കാൻ ആഗ്രഹിച്ചിടാം. ഓരോ ദിവസവും നാഥൻ നടത്തുന്ന വഴികളോർത്തിടുമ്പോൾ ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ. ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ. ആർത്തിരമ്പും കടലുപോലെ ദുഃഖമേറിയപ്പോൾ, ആർത്തിരമ്പും കടലുപോലെ ദുഃഖമേറിയപ്പോൾ, കൂട്ടിനായി വന്നവരും കൂടെ നിന്നില്ല. കൂട്ടിനായി വന്നവരും കൂടെ നിന്നില്ല. ഭയപ്പെടേണ്ട, കൂടെയുണ്ട് എന്നുരാ ചെയ്ത പ്രാണനാഥൻ കൂടെയുണ്ട്, കൈവെടിയില്ല. പ്രാണനാഥൻ കൂടെയുണ്ട്, കൈവെടിയില്ല. ഓരോ ദിവസവും നാഥൻ നടത്തുന്ന വഴികളോർത്തിടുമ്പോൾ, ഓരോ ദിവസവും നാഥൻ നടത്തുന്ന വഴികളോർത്തിടുമ്പോൾ, ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ. ഓരോന്നോരോന്നായി വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രി ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു തിരുവചനം വായിക്കാം. അതിനായി ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ് നാം വായിക്കുവാൻ പോകുന്നത്. സ്തോത്രം. ഇങ്ങനെയാണത് വായിക്കുന്നത്: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു കാരാഗ്രഹ ലേഖനം. ഹല്ലേലൂയ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഹല്ലേലൂയ. എന്താണ് ഇവിടെ പറയുന്ന നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്? അത് യേശുക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കുമെന്ന് പറയുന്ന ഹല്ലേലൂയ ആ പ്രവൃത്തി എന്താ? ഹല്ലേലൂയ. രാത്രി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ഒരു പാപിയെ അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ, പാപത്തിലേക്ക് ആണ്ടുകിടക്കുന്ന ഒരു വ്യക്തിയെ തന്റെ കരം പിടിച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അവനെ പിടിച്ചുയർത്തി ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി തീർക്കുക. യേശുക്രിസ്തുവിന്റെ നാളിൽ അവനും ഹല്ലേലൂയ അവനോടൊപ്പം കാണപ്പെടേണ്ടതിന് ഒരുക്കുക. അതാണ് നിങ്ങളിൽ ഹല്ലേലൂയ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുന്ന പ്രവൃത്തി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പറയുന്ന പ്രവൃത്തി എന്താണ്? നാശത്തിലേക്ക് പോകുന്ന, നരകത്തിലേക്ക് പോകുന്ന, തീയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ, ഹല്ലേലൂയ, ഒരു കുടുംബത്തെ, ഹല്ലേലൂയ, നമ്മുടെ കരം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ഹല്ലേലൂയ കർത്താവിനുള്ള പ്രവൃത്തി കൊണ്ട് അതിനെ നാം നേടുകയാണ്. കർത്താവിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാളോളം ഹല്ലേലൂയ അതിനെ തികച്ചുകൊണ്ട് ആ നാൾ വരെയും അത് നിന്നുപോകാതെ, ആ പ്രവൃത്തി നിന്നുപോകാതെ ഹല്ലേലൂയ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, അതിനെ തികയ്ക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം ഇവിടെ കാണുവാൻ തക്കമിടയായി തീർത്തത്. ഹല്ലേലൂയ. ഈ സെക്കൻഡ് ആനുവൽ സെലിബ്രേഷനോടനുബന്ധിച്ച് ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് ആദ്യം തൊട്ടേ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നൊരു വചനമാണിത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കുന്ന ഒരു പ്രവൃത്തി. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി, ഹല്ലേലൂയ, കർത്താവിന്റെ വരവുവരെയും ഇതിനെ തുടർന്നു കൊണ്ടുപോകുവാൻ ദൈവം സഹായിക്കട്ടെ. ചേർന്ന് നിൽക്കുന്ന അഡ്മിന്മാരെ എല്ലാം ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ. ഹല്ലേലൂയ. നമ്മളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഹല്ലേലൂയ പ്രവൃത്തി, നല്ല പ്രവൃത്തി, ഹല്ലേലൂയ, കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട്, കർത്താവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന പ്രവൃത്തി എന്താണ്? ഒരു മനുഷ്യനെ നേടുക എന്നുള്ളത്. തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന, നല്ല ആശ്വാസകനായിരിക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ.
നല്ല ആശ്വാസകനാണ്. അല്ലെങ്കിൽ നമ്മുടെ കർത്താവിലെ നല്ല സ്നേഹവാനാണ്, നല്ല സ്നേഹിതനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല സ്നേഹിതനും നല്ല ആശ്വാസകനുമായ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൈക്കൊന്ന് പിടിച്ചാൽ ഹല്ലേലൂയ നമുക്ക് കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. നമുക്ക് അനേകരെ ഹല്ലേലൂയ ചേർത്ത് നിർത്തുവാൻ, സ്നേഹിച്ച് ഹല്ലേലൂയ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അവരെ ബലപ്പെടുത്തി ഹല്ലേലൂയ അവന്റെ ക്രിസ്തുവിന്റെ നാളോളം ഹല്ലേലൂയ അവരെ ഉറപ്പിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം സ്തോത്രം. നെറ്റിന്റെ അല്പം പ്രോബ്ലം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. എങ്കിലും നിങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലോചന സ്വർഗത്തിൽ നമുക്ക് പ്രാപിക്കേണ്ടതിന് ദൈവത്തിൽ നമുക്ക് താണിരിക്കാം. ഹല്ലേലൂയ. ആക്ട്സ് അപ്പോസ്തല പ്രവൃത്തികൾ 16:13 മുതലുള്ള ചില വാക്യങ്ങളിൽ ഹല്ലേലൂയ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും കേട്ടോ. അപ്പോസ്തലന്മാരായിരിക്കുന്ന ഹല്ലേലൂയ പൗലോസും ശീലാസും യാത്ര ചെയ്ത് ഹല്ലേലൂയ ഫിലിപ്പിയുടെ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നു. ഹല്ലേലൂയ. അവിടെ അവർ പുഴവക്കത്ത് ദൈവവചനം ശുശ്രൂഷിക്കുകയാണ്. പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുന്ന പുഴവക്കത്ത് ഇരുന്നു കൊണ്ട് അവിടെ കൂടി വന്നിരുന്ന കച്ചവടക്കാരോട്, ബിസിനസ്സുകാരോടൊക്കെ ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. ഈ സമയത്ത് അവിടെ ഹല്ലേലൂയ രക്താംബരം വിൽക്കുന്നവരും തുയത്തൈര പട്ടണക്കാരിയുമായ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരി ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ദൈവം അവരെ ഹല്ലേലൂയ അനുഗ്രഹിക്കും. ദൈവം അവരോട് കൂടെ ഇറങ്ങി വരും. ദൈവം അവരുടെ ഹൃദയത്തെ തുറക്കും, അവരുടെ ബുദ്ധിയെ തുറക്കും. ഹല്ലേലൂയ. ദൈവം അവർക്ക് ആലോചന കൊടുക്കും. സ്തോത്രം. ഇവിടെ ലുദിയ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതെ, കേട്ടുകൊണ്ടിരിക്കുകയാണ്, വചനം കേട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ കേൾവി എങ്ങോട്ടാണെന്നറിയാമോ? ദൈവവചനത്തിലേക്ക്. രാത്രിയിൽ തന്നെ കേൾക്കുന്നവർ വിവിധമായിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവും, വിവിധമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ വിവിധ സ്ഥലത്തിരുന്നു കൊണ്ടായിരിക്കാം ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കേൾവി ദൈവവചനത്തിനാണെങ്കിൽ, ദൈവത്തിന്റെ കാര്യം ദൈവം പറയുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തൊടും, ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും. ഹല്ലേലൂയ. അതിന് കാരണം ഇതാണ്. ഹല്ലേലൂയ. വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു. സ്തോത്രം. വചനം കൈക്കൊള്ളുവാൻ തക്കവണ്ണം, വചനം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം, വചനം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം അവളുടെ ഹൃദയത്തെ തുറന്നുവെന്ന നാം അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വായിക്കാം. ശബത്ത് നാളിൽ 13 വാക്യം തൊട്ട് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികൾ 16:13 മുതൽ. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന, വിവിധ ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. കർത്താവ് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയം എങ്ങോട്ടാണ്? നിങ്ങളുടെ ചെവി എങ്ങോട്ടാണ്? നിങ്ങളുടെ വിചാരങ്ങൾ എങ്ങോട്ട് പോകുന്നു? നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ കേട്ട വചനം എന്താണെന്നറിയാവോ? ഇവിടെ താഴെ പറയുന്നുണ്ട് ഹല്ലേലൂയ അവളും കുടുംബവും സ്നാനമേറ്റു. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനമൊക്കെ കേട്ടപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന എന്താണെന്നറിയാമോ? അവർ സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അവിടെ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് കേൾക്കുവാൻ വളരെ അപൂർവം മാത്രമായിട്ടുള്ള ഒരു സംഭവമാണ് സ്നാനം എന്ന വിഷയം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ അപ്പോസ്തലന്മാർ ഹല്ലേലൂയ പുഴവക്കത്തിരുന്നുകൊണ്ട് സംസാരിച്ച വിഷയം സ്നാനത്തെ പറ്റിയായിരുന്നു. കാരണം ലുദിയ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. ലുദിയയും കുടുംബവും സ്നാനമേറ്റു. സ്തോത്രം. സ്നാനമേറ്റ ശേഷം അവൾ പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിന്. അവളുടെ ഹൃദയം തുറന്നു. അവളുടെ ഭവനവും ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുക. അവൾ ദൈവത്തിൽ വിശ്വസ്തയാണ് എന്ന് ഹല്ലേലൂയ അവൾക്ക് തന്നെ ഹല്ലേലൂയ സ്തോത്രം സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം, നിങ്ങൾ അങ്ങനെ എന്നെ എണ്ണുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ആകുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്റെ ഭവനത്തിൽ വന്ന് പാർപ്പിനെന്ന് പറഞ്ഞ് ഹൃദയം തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ കർത്താവിന്റെ ദാസിയൊക്കെയും ഹല്ലേലൂയ അനേകരെ തന്റെ ഭവനത്തിൽ ഹല്ലേലൂയ സ്തോത്രം കൈക്കൊള്ളുന്ന ഒരു ദേവദാസിയാ. പലപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറയും, ഗസ്റ്റ് ഉണ്ടായിരുന്നു, ദേവദാസന്മാരുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് ചില ദേവദാസന്മാരുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും ദേവദാസ് എങ്ങനെയെല്ലാം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ഹല്ലേലൂയ ദൈവം കർത്താവ് ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ കുടുംബത്തെയും തുറക്കുന്ന അനുഭവങ്ങളുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് രാത്രി സംസാരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുക. ഹല്ലേലൂയ. എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ അത് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുക.
ഹാലലൂയ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക, ദൈവവേലയ്ക്ക് വേണ്ടി ചെയ്യുക, ദൈവവേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഹാലലൂയ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഹാലലൂയ എന്താ നമുക്ക് തടസ്സം? നമുക്കൊരു തടസ്സവുമില്ല കേട്ടോ, ഒന്നുമില്ല. ഒന്ന് ഇറങ്ങി പുറപ്പെടുക, നല്ലൊരു മനസ്സ് വെച്ചാൽ മതി. ഹാലലൂയ ലുദിയ ശ്രദ്ധിച്ചതുപോലെ ദൈവത്തിന്റെ വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന് അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചെയ്യണമെന്നും എന്താ ചെയ്യേണ്ടതെന്നും ഒക്കെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞേ? നിർബന്ധത്താലല്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ദുഃഖത്തോടെയല്ല, സങ്കടത്തോടെയല്ല, നിർബന്ധത്താലുമല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പൊ കൊടുക്കുന്നതിനെ കുറിച്ചൊരു പ്രമാണമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇത് കേട്ടെങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ കൊടുക്കണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയാതെ ഇന്ന് വലിയ വിവാദങ്ങളും വിപ്ലവങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ആത്മീയ ഗോളത്തിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഹല്ലേലൂയ ഞാൻ അത്ര കൊടുത്തു, ഞാൻ ഇത്ര കൊടുത്തു, അത് ശരിയായില്ല, അവർ ചോദിച്ചു മേടിച്ചു, ഭയങ്കര വിഷയങ്ങളാ. പക്ഷേ ദൈവവചനത്തിന്റെ പ്രമാണം വേണ്ടതുപോലെ പഠിച്ചാൽ കൊടുക്കുവാനും വാങ്ങുവാനും സ്നേഹിക്കുവാനും ഹല്ലേലൂയ എല്ലാത്തിനും പ്രമാണമുണ്ട് ഇതിനകത്ത്. എല്ലാത്തിനും ഇതിന് ദൈവവചന വ്യവസ്ഥയുണ്ട്. അതിനനുസരിച്ച് അങ്ങ് പോയാലുണ്ടല്ലോ ഒരു കുഴപ്പവുമില്ല. നമ്മൾ വായിച്ച ഈ ഫിലിപ്പിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ സ്തോത്രം സ്തോത്രം അതിലൊരു ദൈവ സ്നേഹത്തെ പറ്റി പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ എത്രയധികം വാഞ്ചിക്കുന്നു എന്നൊരു ദൈവം സാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ സ്നേഹത്തിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു പ്രമാണം കണ്ടോ? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. സ്തോത്രം. അവിടെ സ്നേഹിക്കാൻ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം സ്തോത്രം. പരിജ്ഞാനത്തിന് സ്നേഹിക്കണം, മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്ന സ്നേഹമായിരിക്കണം. 2 ദിവസം സ്നേഹിച്ചാൽ 2 മാസം സ്നേഹിച്ച് അത് കഴിഞ്ഞപ്പോഴത്തോ അത് കൊള്ളത്തില്ല, അവരുടെ സ്വഭാവം മോശമാണ്, അവരെ കൊള്ളത്തില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന സ്നേഹമല്ല. അവർക്ക് ഭയങ്കര ചാട അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും അല്ല. ഹല്ലേലൂയ ദൈവസ്നേഹത്തിന് വ്യവസ്ഥയോടെ ഒന്ന് സ്നേഹിച്ചു നോക്കിക്കേ, അവസാനത്തോളം നിൽക്കുന്നതൊക്കെ ഇടയാക്കി തീർക്കും കൃപയാൽ. ഹല്ലേലൂയ കഴിഞ്ഞ 2 വർഷക്കാലമായി കർത്താവിന്റെ ദാസിയുമായുള്ള സ്നേഹ ബന്ധത്തിൽ ഇന്നുവരെ നിൽപ്പാൻ കർത്താവിനെ സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയ സ്നേഹവും കൂട്ടായ്മയും എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ സ്നേഹത്തിന്റെ ഫലങ്ങൾ എവിടം വരെ പോയി? ഹല്ലേലൂയ നീതിഫലം. സ്തോത്രം സ്തോത്രം. നീതിഫലം നിറഞ്ഞവരായിരിക്കണം യേശുക്രിസ്തുവിനാൽ. പിന്നെയോ ക്രിസ്തുവിന്റെ നാളിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി നിൽക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതൊക്കെ ദൈവത്തിന്റെ പ്രമാണമാണ്. എങ്ങനെ നിൽക്കണം, എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ വിളിക്കണം. ഹല്ലേലൂയ ഇതിനെല്ലാം പ്രമാണമുണ്ട് ദൈവമക്കളെ. ദൈവത്തിന്റെ വചനത്തിന് ഇതിനെല്ലാം പ്രമാണമുണ്ട്. പക്ഷെ എന്താണ് കാരണം? എന്താണ് അറിയാൻ പറ്റാത്തത്? ശ്രദ്ധിക്കുന്നില്ല. ദൈവവചനം വായിച്ചാലും നാം ശ്രദ്ധിക്കുന്നില്ല. ദൈവവചനം വായിക്കുമ്പോൾ നാം ശ്രദ്ധയോടെ വായിച്ചാൽ പ്രമാണങ്ങളൊക്കെ നമുക്ക് ഉപദേശിച്ചു തന്നുകൊണ്ടിരിക്കും. വചനം നമ്മെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നാം പ്രമാണത്തിൽ വസിക്കുന്നതൊക്കെ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കഴിഞ്ഞ 2 വർഷക്കാലം ദൈവം അതിന് നമ്മെ സഹായിച്ചല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി നിൽക്കുവാൻ നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരിക്കണം? സ്നേഹം മേൽക്കുമേൽ ഹല്ലേലൂയ വർദ്ധിച്ചു വരണം, പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും. ഹല്ലേലൂയ സകല ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ഞാൻ ആഗ്രഹിക്കുക. അത് ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ ഇടർച്ചയില്ലാത്തവരും നിർമ്മലന്മാരുമായി നിൽക്കേണ്ടതിനും നീതിഫലം ക്രിസ്തുവിനാൽ നീതിഫലം ഉളവാകേണ്ടതിനുമാണ്. സ്തോത്രം 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 സ്തോത്രം. അപ്പൊ നല്ല പ്രവൃത്തിയെ ആരംഭിക്കുന്നവൻ എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന്റെ നാളിലേക്ക് വേണ്ടിയാ. കർത്താവിന്റെ ദാസി ഇതൊക്കെ ചെയ്യുന്നത് 2 വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇരുന്ന് അമ്മമാരും സഹോദരിമാരും ദേവാസന്മാരും എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഏത് വിധേനയെങ്കിലും ഒരാൾക്കൊരാശ്വാസം കിട്ടട്ടെ, ഒരാൾ സമാധാനം പ്രാപിക്കട്ടെ, ഒരാൾ ക്രിസ്തുവിനെ അറിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നല്ല വേല ചെയ്യുവാൻ ആഗ്രഹിക്കുക. പാടിയതുപോലെ നല്ല വേല ചെയ്ത ദാസിനെ എന്നുള്ള വിളി കേൾക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് കാതോർക്കാം. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കുവാം. ഹല്ലേലൂയ. തിരമ്പുന്ന കടൽ പോലെ, തിരമാലകൾ പോലെ പ്രതികൂലങ്ങൾ നമുക്ക് നേരെ വന്നപ്പോൾ അല്ലെങ്കിൽ തകർന്നു പോകാതെ ദൈവം അവിടെ നമ്മെ നിർത്തി. ദൈവം നമ്മെ തകർന്നു പോകാൻ അനുവദിച്ചില്ല, നിന്നു പോകാൻ അനുവദിച്ചില്ല. ദൈവം നമ്മളെ കരുതി, സൂക്ഷിച്ചു, പരിപാലിച്ചു, വിശ്വസ്തയോടെ കാത്തു. ഹല്ലേലൂയ. ഒടുവിൽ ഹല്ലേലൂയ
കൂടെ വന്നവരും കൂട്ടിനായി വന്നവരും പലരും പിരിഞ്ഞുപോയി, പലരും ഹല്ലേലൂയ മാറിപ്പോയി. എങ്കിലും കർത്താവ് ഭയപ്പെടേണ്ട, ഞാൻ മാറിപ്പോകത്തില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇതുവരെയും നിർത്തി, ഇനിയും നമ്മെ നിർത്തുവാൻ ആ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസക്കാലം എന്നെ ഒരു സിസ്റ്റർ വിളിക്കാൻ ഇടയായിത്തീർന്നു. അവർ പറയുക ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം, അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളായിരുന്നു. തന്റെ കുടുംബത്തിൽ ഡൈവേഴ്സിന്റെ വക്കിലെത്തി, ഡൈവേഴ്സിന് പേപ്പർ കൊടുത്തു, രണ്ടുപേർ പിരിഞ്ഞു നിന്നു. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം അവരെ വീണ്ടും കൂട്ടി യോജിപ്പിക്കുന്നൊക്കെ ഇടയാക്കി തീർത്തു. ദൈവമക്കളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാം, നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കാരണം ആ ദൈവ സ്നേഹത്തിന്റെ ചെറിയ വിത്ത് ആ സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്നു, അതങ്ങ് വളർന്നു. ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ടവൻ പിരിഞ്ഞു. ഹല്ലേലൂയ. കേസ് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു. ആ സമയത്ത് ആ മകൾ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ ചോദിച്ചു, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, മടക്കി പ്രാപിച്ചു. തന്റെ പ്രിയപ്പെട്ടവൻ മടങ്ങി ഇടയായിത്തീർന്നു. മദ്യപാനിയും ഹല്ലേലൂയ വളരെ വലിക്കുന്നവനും മയക്കുമരുന്നിൽ അടിമയായിരുന്നു തന്റെ പ്രിയപ്പെട്ടവനെ പ്രാർത്ഥിച്ച് 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 ദൈവസന്നിധി മടക്കിക്കൊണ്ടുവരടയായിത്തീർന്നു. അതിനൊരു കാരണം കൂടി ഉണ്ടായി. പരസ്യ മീറ്റിംഗുമായി ഒരു ദൈവദാസൻ അവരുടെ ആ വീടിന്റെ പരിസരത്ത് നിന്ന് പരസ്യ മീറ്റിംഗ് നടത്തിയ പ്രസംഗിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഈ മകൾ ഓടിച്ചത് പറഞ്ഞു, എന്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാമോ, ഹല്ലേലൂയ, എന്റെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച് ആ മകൾ ആ ഭവനം തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ലുദിയെ പോലെ ഹല്ലേലൂയ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ ഹല്ലേലൂയ മദ്യപാനിയാണ്, പ്രശ്നങ്ങളാണ്, ഞങ്ങൾ പിരിയുവാനായി ഡൈവേഴ്സിൽ കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം മാനസിക വിഭ്രാന്തി പോലെ, പൈശാചിക ബുദ്ധിമുട്ട് പോലെ, കുഞ്ഞുങ്ങൾക്ക് വരെ, പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം കാണണം. ഇവരുടെ മാതാപിതാക്കളുടെ ഇടയിലുള്ള പ്രശ്നമാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ഡിപ്രഷൻ ആക്കിക്കൊണ്ടിരിക്കുക. അതെല്ലാം കൊണ്ട് സഹോദരി തകർന്നു പോയിട്ട് ഹല്ലേലൂയ ഇങ്ങനെ ആ ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. ഹല്ലേലൂയ. ആ ദേവദാസൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നമാണ്, ഈ പ്രിയപ്പെട്ടവൻ ദൈവസന്നിധി വന്നെങ്കിലും ഹല്ലേലൂയ പിന്നെ ഈ പുറകോട്ട് പോകുമോ എന്നുള്ള ഭയം പിശാചിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് എനിക്കിപ്പോൾ ഡിപ്രഷന്റെ അനുഭവമാ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കഴിഞ്ഞ ദിവസം വിളിക്കാൻ കൂടിയായിത്തീർന്നു. എനിക്ക് കുറച്ച് സമയം സംസാരിക്കണം, എനിക്ക് മറ്റുള്ളവർ ആരും ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാൻ കൂടിയായിത്തീർന്നു. ഞാൻ സമയമെടുത്ത് ആ മകൾക്ക് വേണ്ടി കുറച്ച് സമയം ഇരുന്ന് അവരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം കേട്ട് ഹല്ലേലൂയ ഞാൻ അതിനെ ഒടുവിലായി ഹല്ലേലൂയ അവൾക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് ബലപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു, ധൈര്യപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഒടുവിൽ ആ കുഞ്ഞ് പറയുക, ഞാൻ വന്നിരുന്നത്, ഞാൻ ആന്റിയെ വിളിക്കുമ്പോൾ എനിക്ക് പറയുവാൻ പോലും പറ്റാത്ത വിധത്തിൽ ഞാൻ ഭയങ്കര പ്രയാസത്തിലാണ് വിളിച്ചത്, അത്രമേലും ഞാൻ ഡിപ്രഷനായി പോയായിരുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്, എനിക്ക് ഒരുപാട് സമാനമുണ്ട്, മനസ്സിന്റെ കെട്ടഴിഞ്ഞുപോയി, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാനിടയായിത്തീർന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? ഈ വരുന്ന 22-ാം തീയതി ആ പ്രിയപ്പെട്ടവൻ സ്നാനപ്പെടുക. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാമോ എന്ന്? ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. ആ പ്രിയപ്പെട്ടവൻ 22-ാം തീയതി സ്നാനമേൽക്കുകയാണ്. ഹല്ലേലൂയ. ആ കുടുംബം വളരെ സന്തോഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡൈവേഴ്സിന്റെ പേപ്പർ ഹല്ലേലൂയ ഡൈവേഴ്സിന്റെ കേസ് കോടതിയിൽ കിടക്കുകയാണ്. ഇനി അവർ ഒരുമിച്ച് അത് രണ്ടും കൂടി അവർ രണ്ടുപേരും അത് പിൻവലിച്ച് അത് മാറ്റിക്കളയണം. അവർ ഇപ്പോൾ നീട്ടിക്കിട്ട് പോവുകയാണ് കോടതി. എന്നാൽ ഇവർ അതിൽ നിന്ന് മാറി കിട്ടുവാൻ തക്കോണം പ്രാർത്ഥിക്കണമേ എന്നോട് പറയുവാൻ തക്കണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇത് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരാളെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ എത്ര അനുഗ്രഹമാണ്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഓരോരുത്തരും അവർ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് അറിയാമോ? എന്നോട് പറയുവാൻ തക്കം ഇടയായിത്തീർന്നു. ഞങ്ങളെപ്പോലുള്ളവർ ഹല്ലേലൂയ ഈ ഫേസ്ബുക്ക് പേജിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരാശ്വാസത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നെഗറ്റീവ് കമന്റുകൾ കാണുമ്പോൾ വളരെ ഭാരം തോന്നാറുണ്ട് എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹല്ലേലൂയ നെഗറ്റീവ് കമന്റുകൾ ഉള്ളവർ അവരവരുടെ ഉള്ളിലുള്ളതല്ലേ അവർ പറയുന്നത്, നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നമുക്ക് കർത്താവുണ്ട്, ആശ്വാസകനായി, ബലപ്പെടുത്തുന്നവനായി, സ്നേഹിതനായി നമ്മുടെ കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പരാക്രമശാലിയായ ഒരു ഗിദെയോനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഗോതമ്പ് മെതിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു പോകാം, ഗോതമ്പ് മെതിക്കുകയാണ് അവൻ. എവിടെയൊന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുന്നതെന്നറിയാമോ? ഗോതമ്പ് കളത്തിലല്ല, മുന്തിരിച്ചക്കിന്റെ മറവിൽ നിന്നുകൊണ്ട്. മുന്തിരിച്ചക്കിന്റെ മറവിൽ നിന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഹല്ലേലൂയ, ഒരു യൗവനക്കാരൻ. അവന്റെ പേര് ഗിദെയോൻ എന്നാണ്. ഹല്ലേലൂയ. ഇവനെ നോക്കിക്കൊണ്ട് ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇവന്റെ അടുത്ത് കരുവേലകത്തിന് കീഴിലായിട്ട് ഒരു ദൂതൻ ഇറങ്ങി ഇവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇവന്റെ പ്രവൃത്തികൾ കാണുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന കർത്താവിന്റെ ഹല്ലേലൂയ ഹിതമനുസരിച്ച് കർത്താവിന് വേണ്ടി ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ചെയ്യുന്ന വേലയെ നോക്കിക്കൊണ്ടിരിക്കുവാൻ കർത്താവ് ദൂതന്മാരെ അയക്കും കേട്ടോ. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ദൂതനെ അയക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾ കാണുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ.
ഇവൻ ഹല്ലേലൂയ മുന്തിരിച്ചക്കിന്റെ അരികെ വെച്ച് ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി മെതിച്ചുകൊണ്ടിരിക്കുക. യഹോവയുടെ ദൂതൻ പെട്ടെന്ന് അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരണം ഇവൻ പരാക്രമശാലി എന്നവന്റെ അവനെ വിളിച്ചത് കേട്ടോ. ഇവൻ ചെയ്യുന്നത് എന്താ? ഇവൻ വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്നത്. കാരണം മുന്തിരിച്ചക്കാണ് അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഗോതമ്പ് കാണുന്നില്ല. ഹല്ലേലൂയ. മുന്തിരിച്ചക്കിന്റെ മറവിൽ നിന്നുകൊണ്ട് അവൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവിനെ വിളിക്കുന്നത്, ദൂതനെ വിളിക്കുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉടനെ അവൻ ചോദിക്കുക, അയ്യോ യജമാനനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്താ? ഇപ്പൊ കണ്ടോ, അവര് നമ്മളെക്കാൾ കൂടുതലാണ്. ഹല്ലേലൂയ. ആര്? മിഥ്യാന്യര്. ഇവരെക്കാൾ വെട്ടുക്കിളി പോലെ ദേശമൊക്കെ പരന്നിരിക്കുന്ന, അവർക്ക് വളരെ ഒത്തകങ്ങൾ, വളരെ വളരെ വലിയ ശക്തിയാണ്. ഹല്ലേലൂയ. ഈ ശത്രുപക്ഷമായിരിക്കുന്ന മിഥ്യാന്യരെന്ന് പറയുന്നവർ. ഹല്ലേലൂയ. ചോദിക്കുക, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭവിക്കുന്നത് എന്ത്? നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ നിന്ന് ദൈവം പിതാക്കന്മാരെ കൊണ്ടുവന്ന് നമ്മളോട് അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഹല്ലേലൂയ, ആയിട്ടുള്ള ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ദൈവത്തിന് മനസ്സിലായി, അല്ലെങ്കിൽ ദൂതന് മനസ്സിലായി. സ്തോത്രം സ്തോത്രം. യഹോവ അവന് നോക്കിയിട്ട് പറയുക, നിന്റെ ഈ ബലത്തോടെ പോകുക. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തികൾ നിന്ന് പോയിട്ടില്ല. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ എന്താ ഭവിച്ചതെന്ന് സ്തോത്രം ഇവൻ ചോദിക്കുക. അപ്പൊ ഇവന്റെ ഉള്ളില് ഈ പ്രവൃത്തികൾ ദൈവത്തിൽ പിതാക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഇവന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്നലെ എന്റെ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ ഒരു പേജിലില്ല സ്തോത്രം, ഒരു സൂമിൽ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ തൊക്കെ ഇവിടെയായിത്തീർന്നു. എന്റെ പ്രിയപ്പെട്ടവൻ വിവാഹത്തിന് മുമ്പ് ഹല്ലേലൂയ ദൈവവചനം വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇപ്രകാരം, നീ നിന്റെ മക്കളോട് ഇത് പറയണമെന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ആവർത്തന പുസ്തകത്തിൽ ഒരു ഭാഗം വായിക്കാൻ ഇടയായിത്തീർന്നു. വിവാഹം കഴിച്ചിട്ടില്ല. ഈ കാര്യം എന്റെ പ്രിയപ്പെട്ടവന്റെ ഉള്ളിലിരുന്നു. അപ്പൊ ഇന്നലെ സംസാരിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ വ്യക്തമായി കേൾക്കുവാനിടയായിത്തീർന്നത്. ഹാലു തന്റെ ഉള്ളിലിരുന്നു തന്റെ മക്കളോട് അത് ഉപദേശിച്ചു കൊടുക്കണമെന്നുള്ള ആ സത്യം. ഹാലു തന്റെ ജീവിതത്തിൽ കല്യാണം കഴിച്ചു, മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ മക്കളോട് ദിവസേന ഉപദേശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവവചനം പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ വീട്ടിൽ കൂടുമ്പോഴൊക്കെയും ദൈവവചനമാണ് ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വളർന്നു വരുന്ന ഒരു കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തുവാനൊക്കെ ഇവിടെയായിത്തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നോക്കിക്കേ. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ, അല്ലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ വചനം ഉള്ളിലാക്കി കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അതുപോലെ അവർക്കിട്ട പേരുകൾ, ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമായിരുന്നു വിവാഹത്തിന് മുമ്പ്. അപ്പൊ ഇംഗ്ലീഷ് ബൈബിൾ കണ്ട പേരുകളാണ്. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിൽ അത് വളരെ ടച്ച് ചെയ്ത രണ്ട് പേരുകളാണ്, സൈലസ് എന്നും ടൈറ്റസ് എന്നും. അല്ലെ ഇത് ഞാൻ എന്റെ ഹൃദയത്തിൽ വളരെ നന്നായി എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. ഞാനത് നോട്ട് ചെയ്ത് വെച്ചു. സ്തോത്രം. എനിക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളെ ദൈവം തന്നപ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് ആ പേര് ഇടുവാൻ തന്നെ ഇടയായിത്തീർന്നു. അതും എന്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തികൾ നോക്കിക്കോണം. നാം വിവാഹത്തിന് അല്ലാത്തതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇപ്പോൾ തരുന്ന ആത്മീയ വിത്തുകൾ, ദൈവത്തിന്റെ വചനത്തിന്റെ വിത്തുകൾ, അത് കെട്ടുപോകാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. അത് നിങ്ങളുടെ കുടുംബത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ഇവിടെ പരാക്രമശാലിയായിരിക്കുന്ന ഗിദെയോൻ, സ്തോത്രം സ്തോത്രം, ഗിദെയോനോട് ദൈവം പറയാം, നീ ബലത്തോടെ പോകുക. അപ്പൊ നിന്റെ പിതാക്കന്മാരെ ദൈവം നടത്തിയ അത്ഭുതങ്ങൾ നിന്റെ ഉള്ളിലുണ്ടല്ലോ, അതുകൊണ്ട് ആ ബലത്തോടെ നീ ധൈര്യമായിട്ട് പോവുക എന്നാണ് പറയുക എന്നൊക്കെ ഇവിടെയായിത്തീർന്നു. ദൈവം തന്നെയാണ് സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടി അവൻ ചില അടയാളങ്ങളൊക്കെ അവിടെ ചോദിക്കാന്നൊക്കെ ഇവിടെയായിത്തീർന്നു. ഒടുവിൽ ഉറപ്പിച്ചു. ഒടുവിൽ ദൈവം അവന് പ്രത്യക്ഷനായി. അവൻ ദൈവത്തെ മുഖാമുഖം കാണുമെന്നൊക്കെ ഇവിടെയായിത്തീർന്നു. ഹല്ലേലൂയ. ദൂതനെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതെ, ദൂതനെ, യഹോവയുടെ ദൂതനെ മുഖാമുഖമായി കാണുന്നതൊക്കെ ഇടയായി തീർന്നു. സ്തോത്രം. ആ ദൂതൻ പറയുകയാണ്, നീ മിഥ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഹല്ലേലൂയ. എണ്ണമറ്റ അസംഖ്യമായിരിക്കുന്ന മിഥ്യാന്യരുടെ വലിയ സൈന്യമാണോ എന്ന് പാളയമിറങ്ങിയിരിക്കുന്നത്. അവരെ കണ്ട് പേടിച്ചാണ് ഇസ്രായേൽ മക്കൾ ജീവിക്കുന്നത്. എന്നാൽ പറയുക, നീ അവരെ ഒരു മനുഷ്യൻ, അവരെല്ലാം കൂടി ഒരൊറ്റ മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നത് പോലെ ആ ഒരു മനുഷ്യനെ നീ തോൽപ്പിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ നീ അവരെ തോൽപ്പിക്കും. നീ ഒരൊറ്റ മനുഷ്യനെ പോലെ മിഥ്യാന്യരെ തോൽപ്പിക്കുമെന്ന് ബലപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഗിദെയോൻ ഹല്ലേലൂയ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നൊക്കെ ഇടയായിത്തീർന്നു. പിന്നെ മുമ്പോട്ടുള്ള 6-7 അധ്യായങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഗിദെയോന്റെ ഹല്ലേലൂയ ചങ്കൂറ്റത്തെയും ഗിദെയോന്റെ ദൈവം കൂടിയിരുന്നിട്ടുള്ള പ്രവൃത്തികളെയും ഒക്കെ നമുക്ക് അറിയുന്നതൊക്കെ ഇടയായിത്തീരും. രാത്രി ദൈവജനം ഇത് കഴിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് വായിച്ചൊന്ന് ബലപ്പെട്, പരാക്രമശാലികളായി പരാക്രമശാലികളായി തീർന്നുകൊണ്ട് നാം ഉണര്. ഹല്ലേലൂയ. ആഗയുടെ മകനായ ശമ്മ ഹല്ലേലൂയ ചെറുപയറുള്ള ഒരു വയലിൽ അതിൽ നിൽക്കുകയാ. സ്തോത്രം. മിദ്യാന്യര് വന്നു, അല്ലെങ്കിൽ ശത്രുജനം വന്നു. ഹല്ലേലൂയ. ഇവരെ പരാജയപ്പെടുത്താൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയി കളഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ജനമെല്ലാം
ഓടിപ്പോയി കളഞ്ഞു. ഹാലലിയ. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ പലരും ഉണ്ടെന്ന് നാം ചിന്തിക്കും. പക്ഷേ തക്ക സമയത്ത് അവരെല്ലാം കൈയൊഴിയും. തക്ക സമയത്ത് അവരൊക്കെ മാറിപ്പോകും, അവരൊക്കെ നീങ്ങിപ്പോകും, ഓടിപ്പോകും, തള്ളിപ്പറയും. ഹാലലിയ. മാറി നിന്ന് പരിഹസിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചു, അവൻ ഹല്ലേലൂയ അവൻ ഒറ്റയ്ക്ക് നിന്ന് വലിയൊരു ജയം പ്രാപിച്ചു. സ്തോത്രം. അവൻ ഹല്ലേലൂയ ശത്രുവിനെ വെട്ടിക്കളയുന്നതൊക്കെ ഇവിടെയായി തീർന്നു. നീ ഒറ്റയ്ക്ക് നിന്ന് ജയം പ്രാപിക്കുവാനുള്ള ശക്തി ഈ ദിവസങ്ങൾ പ്രാപിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്നെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നിന്നു പോയിട്ടില്ല. അത് ഇന്നും അവൻ ഇന്നും നമ്മോട് കൂടെ ജീവിക്കുന്നു, നമ്മോട് കൂടെ അവൻ ഇന്നും ഇരിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യുവാൻ, ഹല്ലേലൂയ, ദുഷ്ടന്മാരെ തകർക്കുവാൻ, ശത്രുവിനെ തോൽപ്പിക്കുവാൻ ആ കർത്താവിന്റെ ജയം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒടുവിൽ നാം കർത്താവിനെ വിശ്വസിച്ചാൽ, അത്ഭുതങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നാൽ കർത്താവ് നമ്മെ വിളിക്കുന്ന വിളിയാണ് ഹല്ലേലൂയ. സ്തോത്രം. പരാക്രമശാലി. ഹല്ലേലൂയ. പരാക്രമശാലി. ഹല്ലേലൂയ. നമ്മെ പരാക്രമശാലി എന്നുള്ള ആ വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മെ ഹല്ലേലൂയ നല്ല വേല ചെയ്യുവാൻ, നല്ല വേല ചെയ്ത നല്ല ദാസനെ എന്ന് വിളി കേൾക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവിനോട് അടുത്തു വരിക, ഹൃദയത്തെ തുറക്കുക, ചെവിയെ തുറക്കുക, വചനത്തിന് വേണ്ടി ചെവിയെ തുറക്കുക, ഹൃദയത്തെ തുറക്കുക, വായെ തുറക്കുക. നമ്മുടെ കണ്ണുകൾ, ഹല്ലേലൂയ, ആന്തരിക കണ്ണുകൾ, അകമേയുള്ള ദൃഷ്ടികൾ പ്രകാശിക്കട്ടെ. ഈ രാത്രി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്നും ഹല്ലേലൂയ നാം എല്ലാവരും കർത്താവിന് വേണ്ടി അധികമായി നിൽക്കുവാൻ, വർദ്ധിച്ചു വരുവാൻ, ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ നാളോളം നമ്മിൽ ആരംഭിച്ച പ്രവൃത്തികളൊക്കെ നിലനിൽക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിലെ വിശ്വസ്തതയും വിശ്വാസവും നിലനിൽക്കേണ്ടതിന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. സ്തോത്രം, സ്തോത്രം.